തലസ്ഥാനം കൈവിട്ടുപോകുമോ എന്നുള്ള ആശങ്കയിലാണിപ്പോൾ CPM നേതൃത്വം. 2021 ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 13 കൈപ്പിടിയിൽ ഒതുക്കി. 14ാമത്തെ കൂടി നേടിയെടുക്കാമെന്നുള്ള തരത്തിലായിരുന്നു പ്രവർത്തനം. പക്ഷേ അവസാന നിമിഷമായപ്പോഴേക്കും കാര്യങ്ങളെല്ലാം തന്നെ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. തുടക്ക സമയത്തൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ UDFന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം കണ്ടിരുന്നത്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ BJPയുടെ ഒരു മുന്നേറ്റം, BJP ഉന്നം വയ്ക്കുന്ന നിരവധി മണ്ഡലങ്ങൾ, അതുകൊണ്ട് തന്നെ UDFന് തിരുവനന്തപുരം ജില്ലയിൽ സ്പേസ് ഉണ്ടാകത്തില്ല എന്നൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ CPMൻ്റെ താഴെ തട്ടിൽ ഇപ്പോൾ കണക്കെടുക്കുമ്പോൾ പലയിടങ്ങളിൽ നിന്നും വരുന്ന കണക്ക് നേതൃത്വത്തെ തന്നെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. കാരണം തലസ്ഥാനം എപ്പോഴും CPMന് അനുകൂലമായിട്ടാണ് നിന്നിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ തന്നെ നോക്കുക, അതീവ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി. 2021 ജനാധിപത്യ കേരള കോൺഗ്രസിനായിരുന്നു ആ മണ്ഡലം കൊടുത്തിരുന്നത്. LDFലെ ഘടകകക്ഷി ആന്റണി രാജു കേസിൽപ്പെട്ടതോടുകൂടി സീറ്റുമില്ലാതായി. ആ സീറ്റ് ഇവർ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ സ്വതന്ത്രനെ നിർത്തി മത്സരിപ്പിച്ചു. എപ്പോഴും സിനിമാക്കാരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നിർത്തി മത്സരിപ്പിക്കുന്ന പതിവ് CPMനുണ്ട്. സിനിമാക്കാരെയും ഈ CPM നേതൃത്വത്തിൻ്റെ എച്ചിൽ കഷ്ണം കഴിച്ചു നടക്കുന്ന കുറേ സാംസ്കാരിക നായ്ക്കളെയും നിർത്തിയിട്ടുള്ളത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പം കൊല്ലത്ത് തന്നെ മുകേഷ് എന്ന് പറയുന്ന പുങ്കവനെ നിർത്തിയിട്ട് കൊല്ലത്തുകാർ നെട്ടോട്ടമാണ്. അവർക്ക് MLA വേണ്ട. 2016 PK ഗുരുദാസൻ CPMൻ്റെ വമ്പനായിട്ടുള്ള അഴിമതിയില്ലാത്ത സംശുദ്ധനായ ഒരു സഖാവായിരുന്നു. PK ഗുരുദാസനെ മാറ്റിയിട്ടാണ് ഈ മുകേഷ് എന്ന് പറയുന്ന പുങ്കവനെ അവിടെ എടുത്തിരുത്തിയത്. അതുകൊണ്ട് എന്തു പറ്റി? 2016 തരംഗത്തിലങ്ങ് കയറിപ്പോയി. 2021 വെറും 2000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ജയിച്ചത്. തീരദേശ പ്രദേശങ്ങളിലൊക്കെ അവിടുത്തെ സ്ത്രീകള്, മത്സ്യത്തൊഴിലാളി സ്ത്രീകള് ചൂലും കെട്ടുമെടുത്ത് മുകേഷിന്റെ നേരെ ചെന്നതാണ്. അപ്പോൾ കൊല്ലത്തുകാർക്ക് വേണ്ടാത്തത് ഒരു MLA ആയിരുന്നു എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞു. കൊല്ലത്ത് CPMൻ്റെ അടിത്തറ പോലും കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. പിന്നെ ആരുണ്ട് ഈ സാംസ്കാരിക നായകന്മാരെ നിർത്തി വിജയിപ്പിച്ചിട്ടുള്ളത്? ഒരു കാലത്ത് കടമ്മനിട്ട രാമകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട്. 2ാം തവണ കടമ്മനിട്ട രാമകൃഷ്ണൻ തോൽക്കുകയും ചെയ്തു. പിന്നെ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് എറണാകുളത്ത് വളരെ നിർബന്ധിച്ച് നിർത്തി ജയിപ്പിച്ച MK സാനു മാസ്റ്റർ മികച്ച പ്രകടനം MLA എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി. പിന്നത്തെ തവണ അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ബാക്കി നിർത്തിയവരെയൊക്കെ തന്നെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നസെന്റ് ഒരു തവണ പാർലമെന്റിലേക്ക് പോയി, 2ാം തവണ പരാജയപ്പെട്ടു. അപ്പോൾ ഇത് പറഞ്ഞു വന്നതിൻ്റെ കാരണം തിരുവനന്തപുരം സെൻട്രൽ പിടിക്കാമെന്നുള്ള രീതിയിലാണ് ചലച്ചിത്ര നാടക രംഗത്തെ അധികായനായിരുന്ന കരമന ജനാർദ്ദനൻ നായരുടെ മകൻ സുധീർ കരമനെ ഇറക്കിയത്. ഇപ്പോൾ ഇവിടുത്തെ കണക്കനുസരിച്ച് സുധീർ കരമന 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് അറിയുന്നത്. കാരണം CP ജോൺ തീരദേശത്തെ വോട്ട് നേടുന്നതിൽ മുൻപന്തിയിൽ തന്നെയാണ്. നമുക്കറിയാം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തരൂര് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയമുണ്ടായത് തീരദേശ മേഖലയിലെ വോട്ടെണ്ണിയപ്പോഴാണ്. അതിനു മുമ്പ് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഇടങ്ങളിലെ വോട്ടെണ്ണലിലൊക്കെ തന്നെ BJP സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മുന്നിൽ നിന്നത്. അപ്പോൾ ഇക്കുറിയും ആ തീരദേശ മേഖലയിലെ വോട്ട് CP ജോണിന് തന്നെ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് CP ജോണ് വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. 2ാം സ്ഥാനത്തേക്ക് കരമന ജയൻ തന്നെ വരും. കാരണം ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഇടങ്ങളിലെ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ കരമന ജയനും NDAക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ CPMന് വൻ തകർച്ചയാണ് തിരുവനന്തപുരം സെൻട്രലിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിശക്തമായ മത്സരം കാഴ്ചവെച്ച ഇടമാണ് കാട്ടാക്കട, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്. ഇതില്
നേമം മണ്ഡലത്തില് അവസാന നിമിഷമായപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖറിന് വിജയം ഉറച്ചു എന്നുള്ളതാണ്. തുടക്ക സമയത്ത് പലരും പറഞ്ഞു ശിവൻകുട്ടിയാണ് മണ്ഡലത്തിലെ എല്ലാം വോട്ടർമാരെ അറിയുന്ന, മണ്ഡലം അറിയുന്ന ആളെന്നുള്ള രീതിയിൽ. പക്ഷേ ശിവൻകുട്ടിയുടെ അനാരോഗ്യം മണ്ഡലത്തിലെ വോട്ടർമാർ നേരിൽ കാണാൻ ഇടയായി. പിണറായി വിജയൻ സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലേക്ക് വരില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇനി എന്തിനാണ് ശിവൻകുട്ടി ജയിക്കുന്നത് എന്നുള്ള തരത്തിലേക്കായി ചിന്ത. അപ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖറിന് തന്നെ അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതും തിരുവനന്തപുരം ജില്ലയിലെ ചിലയിടങ്ങളിൽ കൊടുത്തത് അതീവ ദുർബലരാണ്. നേമത്ത് ശബരിനാഥും കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദാണ്. ഈ ശരത്ചന്ദ്ര പ്രസാദിനെ ആരറിയും? ചെമ്പഴന്തി കോളേജിൽ പഠിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അവിടെ കിടന്ന് ഞെളിഞ്ഞു കിടക്കുന്നത്. പക്ഷേ ഈ ശരത്ചന്ദ്ര പ്രസാദ് ഈ കഴക്കൂട്ടത്ത് മണ്ഡലത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അതിനേക്കാൾ മുന്നേ തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നിരന്തരം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിലെ സജീവമായിട്ട് നിൽക്കുന്ന അഡ്വക്കേറ്റ് JS അഖിലിനെ മാറ്റിയിട്ടാണ് ഈ ശരത്ചന്ദ്ര പ്രസാദിനെ കൊണ്ടുവന്നിർത്തിയത്. 2021 ഡോക്ടർ SS ലാൽ നേടിയ അത്രയും വോട്ട് പോലും ശരത്ചന്ദ്ര പ്രസാദ് നേടില്ല എന്നുള്ള ഉറപ്പാണ്. ഡോക്ടർ SS ലാലിനെ അവസാന നിമിഷത്തിലാണ് ഇറക്കിയത്. അത് SS ലാലിനെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയിലെ വോട്ട് കിട്ടിയിട്ടില്ല. കാരണം അവിടെയുള്ളവർക്ക് ലാലിനെ അറിയാതെ പോയി. അഭ്യസ്തവിദ്യരായിട്ടുള്ള ജനങ്ങളുടെ വോട്ടാണ് ലാലിന് കിട്ടിയത്. ഇവിടെ ശരത്ചന്ദ്ര പ്രസാദിന് ഇതൊന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതും ഉറപ്പാണ്. ഈ ശബരിനാഥിന്റെ കാര്യത്തിലും, കാരണം നേമം മണ്ഡലത്തിൽ നമ്മൾ കണ്ടത് CPM-ഉം BJP-യും തമ്മിലുള്ള മത്സരമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖറിന്റെ മികവ് എന്താണെന്ന് ജനങ്ങൾ കൃത്യമായിട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ മനസ്സിലാക്കി. എന്തൊക്കെ അദ്ദേഹത്തിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തൊക്കെ തിരുവനന്തപുരത്തിന് കിട്ടും എന്നുള്ളത് വോട്ടർമാർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ വോട്ട് രാജീവ് ചന്ദ്രശേഖറിലേക്ക് മാറിയത്. കാട്ടാക്കട മണ്ഡലം എന്ന് പറയുന്നത് കൃഷ്ണദാസ് വളരെ കാലമായിട്ട് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയാണ്. പക്ഷെ കൃഷ്ണദാസിന്റെ വിജയം ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം കാട്ടാക്കടയിൽ അതിശക്തമായ മത്സരമാണ് നടന്നത്. അവിടെ കോൺഗ്രസിൽ നിന്ന് ബൈജു, അതുപോലെ തന്നെ IB സതീഷാണ് മൂന്നാം തവണയും അവിടെ മത്സര രംഗത്ത് ഇറങ്ങിയത്. IB സതീഷ് കാട്ടാക്കടയിൽ വലിയ ജനസ്വാധീനമുള്ള ആളാണ്. 2016 850 വോട്ടിനകത്ത് മാത്രമേ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2021 എത്തിയപ്പോൾ 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് IB സതീഷ് വിജയിച്ചു വന്നത്. കാരണം മണ്ഡലത്തെ വളരെ മാറ്റിയെടുക്കാനായിട്ട് IB സതീഷിന് സാധിച്ചു. ജലസമൃദ്ധിയുടെ നാട് എന്നാണ് കാട്ടാക്കട മണ്ഡലത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള കഴിവും അവിടെ പ്രകടിപ്പിച്ചപ്പോൾ പലരും പറയുകയുണ്ടായി, മറ്റ് 139 മണ്ഡലങ്ങൾ ഈ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തെ മാതൃകയാക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് കാട്ടാക്കടയില് ഇതിനകത്ത് നല്ലൊരു ഫണ്ട്, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് ജനം നോക്കുന്നില്ല. ഇവിടെ തങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ കിട്ടുന്നു. പ്രത്യേകിച്ച് കാട്ടാക്കട പോലുള്ള ഒരു ഇടത്ത് ജലസമൃദ്ധി, അവിടുത്തെ മണ്ഡലത്തിലെ കുളങ്ങളെ മുഴുവൻ സംരക്ഷിച്ചു, ജലാശയങ്ങളെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് IB സതീഷ് മുമ്പോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ കാട്ടാക്കടയിലെ മത്സരം CPM-ഉം അതുപോലെ തന്നെ കൃഷ്ണദാസുമായിട്ടാണ്. IB സതീഷ് വിജയിച്ചാൽ തന്നെയും വലിയ ഭൂരിപക്ഷം ഉണ്ടാകാൻ ഒരിക്കലും വഴിയില്ല. അതുപോലെ അതിശക്തമായ മത്സരം നടന്നത് വട്ടിയൂർക്കാവിലാണ്. അവസാനം വട്ടിയൂർക്കാവിൽ നടന്ന മത്സരം CPM-ഉം BJP-യും തമ്മിലാണ്. അവിടെ പ്രശാന്ത് വികസന നായകൻ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടു. അത് ഏത് തരത്തിൽ അത് ജനങ്ങളെ അംഗീകരിക്കുമെന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയില് മുൻകാലങ്ങളിൽ ഉണ്ടായ തരത്തില് വിജയം CPM പ്രതീക്ഷിക്കേണ്ട എന്ന് രാഷ്ട്രീയ നിരീക്ഷകരോ മറ്റാരുമോ അല്ല പറയുന്നത്. CPM-ന്റെ താഴെ തട്ടിൽ നിന്നുള്ള കണക്കുകൾ പറയുകയാണ്. അത് സംസ്ഥാന നേതൃത്വവും തന്നെ ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കി ഒരു അങ്കലാപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. തലസ്ഥാനം കൈവിട്ടു എങ്കിൽ
സംസ്ഥാനവും കൈവിടും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.